ക്ഷണിച്ചത് ശിവടങ്ങളിൽ കരിക്കലും ക്ഷേത്രത്തിലെ ഉത്സവമാണ്. നിർബന്ധമായി നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുകളിൽ നിന്ന് കുഴപ്പമുള്ളവരാണ് അദ്ദേഹത്തിന്. ഞാനിവിടെ വരാനുള്ള രണ്ട് പ്രധാന കാരണങ്ങളാണ്. അങ്ങനെ കഴിയുന്ന ഒഴിഞ്ഞു മാറാൻ ഈ കയ്യിലിരിക്കുന്ന വകുപ്പ് KSRTC ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഓരോ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് പരിഹരിച്ചുകൊണ്ടിരിക്കണം. ചെറിയ പണിയല്ല. മറ്റുള്ള ഫോറസ്റ്റ് മന്ത്രിയായിരിക്കുന്നവരെ കൂടി റോഡാണെങ്കിൽ പണിയിച്ചാൽ മതി. ഇത് രാവിലെ ഇറങ്ങുന്ന ബസ് ആരെങ്കിലും പുറത്തൊക്കെ മുകളിൽ ചെയ്താൽ ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞു. ഫോണെന്ന് രാത്രി കഴിയും. എനിക്ക് എടുത്തു കഴിഞ്ഞാൽ പറയാൻ അടുത്തിരിക്കുന്ന ആൾ ഉറങ്ങിക്കൊണ്ട് പുറത്തേക്ക് വീഴാണ് മന്ത്രിയിടപെടണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഓടുന്ന ബസ്സിനെ തലത്തിൽ ഉറങ്ങുന്നത് മൂന്ന് പുറത്തേക്ക് വീഴുമ്പോൾ ഞാൻ രാത്രി 12 മണി എന്നുള്ളത് ഇത്തരത്തിലുള്ള ജോലി എടുക്കുന്നത് ഞാൻ പൊതുവെ പോകാറ്. പക്ഷേ ഇത് കാണുന്നത് ഞാൻ പ്രധാന കാരണങ്ങൾ ഒന്ന് കരിക്ക് തമ്മയോടുള്ള ഭക്തിയും സ്നേഹമാണ്. കരിക്ക് തമ്മയെ ഞാൻ വളരെ ചെറുപ്പമുള്ള ഞാൻ ഇവിടുത്തെ ഒരു സ്ഥിരം ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളിലും ഞാനിവിടെ സ്ഥിരം ഈ ക്ഷേത്രത്തിൽ ഒരു ഭക്തനാണ്. പക്ഷെ ഞാനിപ്പോൾ കൂടുതലും പത്തനാപുരത്തെ കാര്യങ്ങളുണ്ടായിട്ട് അധികം വരാറില്ല. ഇങ്ങനെ ഒരു ക്ഷേത്രത്തിലുള്ള വലിയ ബന്ധമുണ്ട്. പ്രസിഡന്റ് പറയാൻ അധ്യക്ഷ പ്രസംഗത്തെ ശർമാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ലോകത്തിൽ തന്നെ അപൂർവമായ നടതുറക്കൽ പ്രാർത്ഥനയുള്ളൊരു ക്ഷേത്രം. വളരെ അപൂർവമായ ഇതൊരു കുടുംബക്ഷേത്രമായി ആ ക്ഷേത്രത്തിൽ നിന്നും വളരെ പാരമ്പര്യമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കുടുംബക്ഷേത്രത്തിൽ ഏറ്റവും ശക്തിയുള്ള ദേവിയുടെ ചിത്രം ശിവചിത്രത്തെയാണ് വിഗ്രഹത്തെ ആരാധിക്കുന്നതിന് കുടുംബത്തിൻ്റെ തറവാടിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ദേവിയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എണ്ണച്ചായ ചിത്രത്തെ ആണ് നട തുറന്ന് തൊഴുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരുപാടാണ്. അതിനുവേണ്ടി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകും. മാത്രമല്ല കരിക തമ്മിക്ക് പ്രത്യേകിച്ച് ജാതി ഭാവമൊന്നുമില്ല എന്നാണ് സത്യം. കരിക തമ്മിൽ തൊഴാൻ വേണ്ടി ഒരുപാട് ആളുകൾ നട തുറച്ചതുകൊണ്ട് പല ആളുകളും ഹിന്ദു അല്ലാത്ത മതങ്ങളിൽ തൊട്ടവരാണ്. വലിയ പ്രധാനപ്പെട്ട പൂജാരിയാണ് ദേവി എന്ന് പറയുന്നത്. മാറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാലയിടുന്നത് ഹിന്ദുക്കൾ മാത്രമാണ്. കരിക്കേത്ത അമ്പലത്തിൽ പൊങ്കാലയിടുന്നതും ക്ഷേത്രത്തിൽ നടന്നുപോലെ തൊഴുന്നതും നിശ്ചിതത്തെ പരിശോധനയിൽ അറിയാം. പലരും ഹിന്ദുക്കളല്ല. അത് ഒരു വലിയ പ്രത്യേകതയാണ്. നമ്മളിപ്പോൾ ഞാനൊരു നല്ല ദൈവവിശ്വാസിയാണ്. ഞാനൊരു മതവിശ്വാസിയാണ്. കാര്യം പറഞ്ഞു ഞാൻ NSS ഉണ്ടാകും. നായർ സർവീസ് സൊസൈറ്റിയുടെ താല്പര്യം പ്രസിഡന്റാണ്. അതിനൊക്കെ ഞാൻ അഭിമാനിക്കുന്നു. പക്ഷേ മതമാണ് വലുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. മനുഷ്യ സ്നേഹമാണ് വലുത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മനുഷ്യ സ്നേഹമാണ് കരിക്ക് തമ്മയുടെ ഏറ്റവും വലിയ നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്. ഒരു ദൈവിക ശക്തിയായി നമ്മളെ രക്ഷിക്കുന്ന ഒരു അമ്മയായി നമ്മൾ കാണുന്ന കരിക്ക് തമ്മയുടെ ക്ഷേത്രത്തിലെ ഉത്സവമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ഉത്സവമാണ്. രണ്ടാമത്തെ കാര്യം ഈ രാജശേഖരന് ഈ പുരസ്കാരം നൽകുന്ന രാജശേഖരനാണ് പുരസ്കാരം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലായി. കരിക്ക് തമ്മ എന്ന് കടമണി പറഞ്ഞു. അത് രാജശേഖരനാണ് പുരസ്കാരം. പിന്നെ എനിക്കൊരു താല്പര്യമുണ്ടായിരുന്നു. രാജശേഖരൻ ഒരു നല്ല സുഹൃത്താണ്. അതൊരു രാജശേഖരൻ നല്ല ദൈവവിശ്വാസി. ഞാൻ പറഞ്ഞൊരു മതവിശ്വാസി കൂടെയാണ്. സംശയം. പക്ഷേ രാജശേഖരൻ ഒരുപാട് ക്ഷേത്രങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഈ നശിച്ചുപോയ പല ക്ഷേത്രങ്ങളെ ഉയർത്തിയെടുക്കുന്നതിന് രാജശേഖരൻ ഒരുപാട് രാജശേഖരൻ ഏറ്റവും കൂടുതൽ മനോഹരമാക്കി എടുത്ത ഒരു ക്ഷേത്രമാണ് ശംഖുമുഖ ക്ഷേത്രം. ശംഖുമുഖ ക്ഷേത്രം വളരെ അവഗണിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ രാജശേഖരൻ ഒന്ന് കേട്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മിശ്ര വിവാഹങ്ങൾ നടക്കുന്ന ക്ഷേത്രം ശംഖുമുഖ ക്ഷേത്രം. അവിടെ എന്താ മനസ്സിലാക്കില്ല, ദേവസ്വത്തിന്റെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും അധികം മിശ്ര വിവാഹങ്ങൾ നടക്കുന്ന ക്ഷേത്രമാണ് ശംഖുമുഖ ക്ഷേത്രം. ആ ക്ഷേത്രത്തെ മനോഹരമായി ദേവസ്വം പോലും കഴിയാത്തത് അത് വളരെ സന്തോഷത്തോടെ പറയുന്ന ഒരു കാര്യമാണ്. രാജശേഖരൻ ചെയ്തു. രാജശേഖരൻ ഈ പുരസ്കാരം കൊടുക്കുന്നത് ആത്മീയ ക്ഷേത്രത്തിൻ്റെ ആത്മീയ മണ്ഡലത്തിൽ നിന്ന് ഇത്തരം ഒരു പുരസ്കാരം എടുക്കുന്നതാണ് അദ്ദേഹത്തിന് യോഗ്യതയിൽ തോന്നിയത്. അത് വളരെ നല്ല കാര്യമാണ്. രാജശേഖരനാണ് പങ്കെടുക്കാൻ തീരുമാനിച്ചു. എനിക്ക് അതിയായ സന്തോഷമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ നിൽക്കുമ്പോൾ ഞാൻ അഭിമാനത്തോടെ ഓർക്കുന്നത് ഞാൻ ഈ ഭരണസമിതി ഇരിക്കുന്നവരെയും ഈ ഭരണസമിതിക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിൽ നയിക്കുന്നവരെയും എന്നും എപ്പോഴും കേരളത്തിലെ ഏത് ഭാഗത്തും പ്രസംഗിക്കുമ്പോൾ ഉയർത്തി പറയാറുള്ളതായിരുന്നു. ഇപ്പോൾ പറയാറുള്ളതല്ല. ഈ ചുറ്റുപാടുള്ള കുടുംബങ്ങൾ മാത്രം ഭരിക്കുന്ന ആ ക്ഷേത്രത്തെ ചെറിയ കുടുംബക്ഷേത്രത്തെ ഇത്രയും ഒരു മഹാക്ഷേത്രമാക്കി വളർത്തി